വിജയിച്ച സംരംഭകരിൽ നിന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന 10 പാഠങ്ങൾ, ഇതാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം. ഒന്നാമത്തെ കാര്യം, പ്ലേ ദ ലോങ് ഗെയിം. ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്: ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ സമയമെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു മാരത്തൺ തന്നെയാണ്, അല്ലാണ്ട് സ്പ്രിൻ്റ് ഓട്ടമല്ല ബിസിനസ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം അവിടെ പേഷ്യൻസും വളരെ ആവശ്യമാണ്. നമുക്കതിന് വേണ്ട ആ ഒരു എനർജി അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ടെസ്റ്റ് മോർ ഐഡിയാസ്. ദ ഫാസ്റ്റർ യു ലേൺ വാട്ട് വർക്ക്സ് ദ ഫാസ്റ്റർ യു ഇംപ്രൂവ് എന്നാണ്. അതായത് കൂടുതൽ ആശയങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊള്ളുക. അപ്പോൾ വേഗതയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഡോൺ കോമ്പീറ്റ് ഓൺ പ്രൈസ്. ഈ പ്രൈസ് വാറിലേക്ക് മാത്രമായിട്ട് ബിസിനസ് ഫോക്കസ് ചെയ്യാതിരിക്കുക. അതായത് എങ്ങനെ വില കുറച്ച് കൊടുക്കാം എന്നുള്ളത് മാത്രം ചിന്തിക്കുന്നതിനപ്പുറത്ത് എന്തൊക്കെ വാല്യൂ അഡീഷൻ കൊണ്ടുവരാമെന്ന് ചിന്തിക്കുക. കാരണം കസ്റ്റമേഴ്സ് പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ആ വാല്യൂവിനെ ആയിരിക്കും ദീർഘകാലഘട്ടത്തിൽ ചിന്തിക്കുക. അവർ കിട്ടിയ ഡിസ്കൗണ്ടൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് മറന്നുപോകും. ബിൽഡ് എ സ്മോൾ റിലയബിൾ ടീം. ഇത് പറയാനുള്ള കാരണം, നല്ല റൈറ്റ് പീപ്പിൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് സമയം ഫ്രീ ആക്കാനും നല്ല ഡിസിഷൻ എടുക്കാനൊക്കെ വേണ്ടി സാധിക്കുകയുള്ളൂ. നോ യുവർ കസ്റ്റമർ. കസ്റ്റമറെ നന്നായിട്ട് തിരിച്ചറിയണം. അതിനെന്താ വേണ്ടത്? ലിസൺ മോർ ദാൻ യു ടോക്ക്. നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി കസ്റ്റമറെ നന്നായി ശ്രദ്ധിക്കുക, കേൾക്കുക. അവരുടെ പ്രോബ്ലംസ്, അവർക്ക് വരാനിരിക്കുന്ന പ്രോബ്ലംസ്, ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ലെവൽ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ചൂസ് ബിസിനസ് പാർട്ട്നേഴ്സ് കെയർഫുള്ളി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഷെയർഡ് ആയിട്ടുള്ള ഗോൾസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഷെയർഡ് ആയിട്ടുള്ള സ്കില്ലും വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം നല്ല രീതിയിൽ നമ്മളോടൊപ്പം ചിന്തിക്കുന്ന ആ വേവ് ലെങ്ത്തുള്ള കെമിസ്ട്രി ഉള്ള പാർട്ട്നേഴ്സിനെ കണ്ടെത്തുക. പുട്ട് ഇൻ ദ വർക്ക്. പണിയെടുക്കുന്നതിനൊരു കോംപ്രമൈസും ഇല്ല. ദർ ആർ നോ ഷോർട്ട് കട്ട്സ് ടു എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ജോലിയിൽ നിന്ന് കിട്ടേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് അങ്ങ് ശക്തമായിട്ട് ഇറങ്ങുക. ഷെയർ വാട്ട് യു ഹാവ് ലേൺഡ് ഓർ ഷെയർ വാട്ട് യു ആർ ലേണിംഗ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ നോളജ്, നമ്മൾ അക്വയർ ചെയ്യുന്ന സ്കില്ലുകൾ, ഇതൊക്കെ പലപ്പോഴും ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കുക. ഇത് പലപ്പോഴും കസ്റ്റമറെയും പാർട്ട്നേഴ്സിനെയും ഓപ്പർച്യൂണിറ്റിയും ഒക്കെ നമ്മളിലേക്ക് കണക്ട് ചെയ്യും. കീപ് ലേണിംഗ്. മാർക്കറ്റുകൾ ചേഞ്ച് ചെയ്യും, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ചേഞ്ച് ചെയ്യും. ക്യൂരിയസ് ആയിട്ട് നിൽക്കുക. ഒരു ആകാംക്ഷ എപ്പോഴും ബിസിനസ്സിൽ ഉണ്ടാവുക, കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനും ഒക്കെ. തിങ്ക് ബിയോണ്ട് ടുഡേ. ഇന്നേക്ക് അപ്പുറം നിന്ന് ആലോചിക്കുക എന്നുള്ളത്. അതായത് നാളെയും നിലനിൽക്കാവുന്ന കാലങ്ങളോളം നിലനിൽക്കാൻ പറ്റുന്നൊരു ബിസിനസ്സാണോ എൻ്റേതെന്ന് ചിന്തിച്ച് അതിന് വേണ്ട സിസ്റ്റംസും അതിനുവേണ്ട ടെക്നോളജിയൊക്കെ ബിസിനസ്സിൽ കൊണ്ടുവരിക. ഇതൊക്കെയാണ് പലപ്പോഴും ഏറ്റവും ശക്തമായി വളർന്ന ആളുകൾ അവലംബിച്ച രീതികൾ. കാരണം ഓരോ ഫൗണ്ടേഴ്സിനും അവരവരുടേതായ ഡിഫറെൻറ്റ് സ്റ്റോറി ഉണ്ടാവും. പക്ഷേ ദീർഘകാലം നിലനിന്ന ബിസിനസ്സുകളെയൊക്കെ നോക്കിയാൽ ഏകദേശം നമ്മളിപ്പോൾ പറഞ്ഞ ഈ സെയിം പ്രിൻസിപ്പിൾസൊക്കെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് സംസാരിച്ചാണ്. താങ്ക് യു.